ഈ പുഴയും കടന്നിലണമെങ്കിൽ വിനീതിനെ രക്ഷിച്ച് കൊണ്ടുവരുന്ന കാവേരിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് കാവേരി യമുനയെ ഉപയോഗിക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, യമുനയുടെ അടുത്ത് നമ്മുടെ കാവേരി ചെന്ന് പറയുന്നുണ്ട്, മോളെ, വിനീതേട്ടനെ രക്ഷിക്കാൻ ഇനി നിനക്കേ കഴിയുകയുള്ളൂ. നീ മനസ്സ് വെച്ചാലേ വിനീതേട്ടനെ നമ്മുടെ കൂടെ കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. നീ അതുകൊണ്ട് സഹകരിക്കണമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ യമുനയെ കൊണ്ട് നമ്മുടെ ആർക്കെതിരെ, വിശാലിനെതിരെയും ജയപാലിനെതിരെയും കേസ് കൊടുപ്പിക്കാനായിട്ടൊരുങ്ങുമ്പോൾ ജയപാലനെയും വിനീതിനെയും വിശാലിനോടും പെട്ടെന്ന് തന്നെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറയുകയും ഒടുവിൽ അവർ വന്നെത്തുമ്പോൾ നമ്മുടെ ജയപാലൻ വലിയ റോളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും കാവേരി പറയുന്നുണ്ട്, മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെയും അഴിയെണ്ണിക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നീ എന്താടി പ്രതികാരം ചെയ്യാണോ എന്ന് ചോദിക്കും. ഞാൻ ഇപ്പോൾ പ്രതികാരത്തിന് ഒന്നും ഇറങ്ങി തിരിച്ചിട്ടില്ല. എൻ്റെ അച്ഛനായ അരവിന്ദൻ്റെ കൊലപാതകത്തിനുള്ള പ്രതികാരമൊക്കെ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് വന്നു തുടങ്ങും. മര്യാദയ്ക്ക് നിങ്ങളിപ്പോൾ എൻ്റെ വിനീതേട്ടനെ, ഞങ്ങളുടെ ഏട്ടനെ തിരികെ നൽകണം, കേസ് പിൻവലിക്കണമെന്ന് പറയുന്നു. അത് കേട്ട നമ്മുടെ ജയപാലനാണെങ്കിൽ ഇല്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ, എങ്കിൽ രണ്ടുപേരും ജയിലിലേക്ക് പോകും എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നു. ഒടുവിൽ നമ്മുടെ കാവേരിയെ പേടിച്ച് ജയപാലൻ വിനീതിനെതിരെയുള്ള കേസ് പിൻവലിക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ